പത്തനംതിട്ട വില്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ അങ്ങനെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ കടുവ വലയിലായിട്ടുണ്ട്. നേരത്തെ മയക്കുപിടി വെച്ചാണ് ആ പരിശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. CK അഭിലാൽ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, കാര്യങ്ങൾ എന്തായി? വലയിലായ കടുവയ്ക്ക് മയക്കുവെടി ഒരു ഡോസ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി സേഫാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് വിലയിരുത്തൽ. ആദ്യഘട്ടത്തിൽ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള വലയ്ക്കുള്ളിലാണ് ഇതിനെ കുരുക്കി പാതി ഉയരത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം കമ്പികൾ കൊണ്ട് അരികുകൾ ബലപ്പെടുത്തിയ മറ്റൊരു വല കൊണ്ട് നിർമ്മിച്ച കൂട് കൂടി കിണറ്റിലേക്ക് ഇറക്കി ആ വലിയ കൂടിനുള്ളിൽ ആദ്യത്തെ കൂട് ഇറക്കി വെച്ച ശേഷം ഉയർത്തിയെടുക്കാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ ദൗത്യം വിജയകരമായി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കിണറ്റിലെ വെള്ളം പരിപൂർണമായി വറ്റിച്ച ശേഷം മയക്കുവെടി വെക്കാം എന്നുള്ളതായിരുന്നു ധാരണ. പക്ഷേ 9 മണിക്കൂർ സമയത്തോളം കിണറ്റ് വെള്ളത്തിൽ കിടന്നു, ഒപ്പം തന്നെ ആഹാരം ഏതും കഴിച്ചിട്ടില്ല എന്നീ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഘട്ടത്തിൽ മയക്കുവെടി വെച്ചാൽ മൃഗത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് ഇതിനെ കുരുക്കിൽ വലയിലാക്കിയ ശേഷം ഉയർത്തിയെടുത്ത് ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനമാണ് നടപ്പാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഡോസ് കൂടി നൽകിയിട്ടുണ്ട്. പരമാവധി ആളുകളെ ഈ സ്ഥലത്തു നിന്നും മാറ്റി നിർത്തിയ ശേഷം ഇതിനെ ഉയർത്തി എടുത്ത് ശേഷം ഏറെക്കുറെ 150 മീറ്റർ താഴെയാണ് റോഡ് ഉള്ളത്. അവിടെ വനംവകുപ്പിൻ്റെ വാഹനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കൂട് എത്തിച്ചിട്ടുണ്ട്. അവിടേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇനി പ്രതീക്ഷിക്കുന്ന ദൗത്യം. അത് വളരെ വേഗത്തിൽ സാധ്യമാകും. കാരണം എണ്ണത്തിൽ വനംവകുപ്പ് ജീവനക്കാർ ഏറെയുണ്ട്. അതിനാൽ വലയിൽ കൊരുത്ത് ഉയർത്തിയെടുത്ത വന്യജീവിയെ ഇനി ഈ ഭാഗത്തുകൂടി വലയിൽ കൊരുത്തിയ കമ്പുകൾ അടക്കം വനംവകുപ്പ് ജീവനക്കാർ പിടിച്ച ശേഷം അവർ 150 മീറ്റർ താഴേക്ക് 2 തുണ്ടുകളായി തിരിച്ചിട്ടുള്ള, ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ 2 തുണ്ടുകളായി തിരിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുവഴി നടന്ന് വാഹനത്തിൽ എത്തിച്ച് ശേഷം വനം വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസിലേക്ക് മാറ്റുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യും. അതിനുശേഷം ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നു എന്ന് കാണുമ്പോൾ മാത്രമായിരിക്കും അതിനെ തുറന്നു വിടുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. വനംവകുപ്പ് RRT സംഘങ്ങൾക്ക് പുറമെ വനം വകുപ്പിൻ്റെ സമീപ പ്രദേശങ്ങളിലെ റേഞ്ച് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. പരിയാർ ടൈഗർ റിസർവിൽ നിന്നുള്ള ഡോക്ടർമാരടക്കം എത്തിയാണ്. 3 ഡോക്ടർമാരുടെ സംഘമാണ് വന്യജീവിയെ നിരീക്ഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളത്. 3 വയസ്സ് പ്രായമുള്ള നല്ല ശക്തനായ ആരോഗ്യമുള്ള കടുവയാണ് കിണറ്റിൽ വീണത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ടെറിട്ടറി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി കടുവകൾ തമ്മിൽ ഉള്ള സംഘടനത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഇത് വനത്തിന് പുറത്തേക്ക് വന്നതാകാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മാസം 22-ാം തീയതി വടശ്ശേരിക്കൽ റേഞ്ച് പരിധിയിൽ തന്നെ മറ്റൊരിടത്ത് ഇറങ്ങിയ കടുവയെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പിടികൂടിയിരുന്നു. അതും സമാന രീതിയിൽ ടെറിട്ടറി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായ കടുവയുമായി ഉണ്ടായ സംഘടനത്തിൽ മറ്റൊരു കടുവയുമുണ്ടായ സംഘടനത്തിൽ പുറത്താക്കപ്പെടുകയും പിന്നീട് അത് നാട്ടിലിറങ്ങി കെട്ടിയിട്ട ജീവികളെ പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുകയായിരുന്നു. സമാന രീതിയിൽ 3 വയസ്സുകാരനായിട്ടുള്ള ഈ കടുവ കൂടി ടെറിട്ടറിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ആണ് ഈ വന്യജീവി വനമേഖല വിട്ട് പുറത്തേക്ക് വന്നതെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിലത് തീർച്ചയില്ല. മറ്റൊരു സാധ്യത കണക്കിലെടുക്കുന്നത് ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ അതിനെ പിന്തുടർന്ന് വന്ന ഘട്ടത്തിൽ അബദ്ധത്തിൽ ഈ കുഴിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് ആണ്. 2 സാധ്യതകളാണ് എന്തായാലും വനംവകുപ്പ് പരിശോധിക്കുന്നത്. ആൾമറയില്ലാത്ത കിണറാണ് ഇത്. മുകളിൽ ഒരു ചെറിയ വല മാത്രമാണ് ഉണ്ടായിരുന്നത്. പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയം വയ്യാറ്റുപുഴയിലെ കൊല്ലൻ പറമ്പിൽ എന്ന ഈ വീട്ടിൽ ഉള്ള ആളുകൾ ഉണർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. വലിയ ശബ്ദം കേട്ടിരുന്നു, പക്ഷേ കാര്യമായി അവർ ശ്രദ്ധിച്ചില്ല. അതേസമയം തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ ശബ്ദം കേൾക്കുകയും പിന്നീട് ഈ വന്യജീവിയുടെ വലിയ മുരൾച്ച കേട്ട് അവർ ഓടിയെത്തി നോക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ ലൈറ്റ് തെളിച്ച് നടത്തിയ പരിശോധനയിൽ വന്യജീവിയാണെന്ന് ഉറപ്പിച്ചു. പക്ഷേ പുലിയാണ് എന്നുള്ളതാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷേ 6:30 കൂടി പകൽ വെട്ടം എത്തിയ ഘട്ടത്തിലാണ് ഇത് കടുവയാണ് എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ തൊട്ട് അടുത്തുള്ള ആളുകൾ വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തിച്ചേർന്നു. പിന്നീട് വനംവകുപ്പിനെയും പോലീസിനെയും ഒക്കെ തന്നെ വിവരം അറിയിക്കാനുണ്ട്. മണിക്കൂറുകൾ നീണ്ട ഒരു രക്ഷാ ദൗത്യമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കടുവയെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അങ്ങനെ ഭീതി ഒഴിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ
പരിശ്രമങ്ങളാണ് നടത്തിയത്. പലപ്പോഴായി കടുവ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യും എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായത്. പല കാരണങ്ങൾ കൊണ്ടാണ് കടുവ നാട്ടിലേക്ക് എത്തിയത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. ടെറിട്ടറി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ അവിടെ നിന്നും ഓടി വന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏറ്റുമുട്ടലിൻ്റെയൊക്കെ ഭാഗമായി വന്നിരിക്കാം. അതല്ല ഇപ്പോൾ നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നത് പുറത്തേക്ക് എടുത്തു എന്നുള്ളതാണ്. അബിലാൽ, തത്സമയം ചില കാഴ്ചകൾ കാണുന്നുണ്ട്. പുറത്തേക്ക് എടുത്തു, മറ്റൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വെല്ലുവിളികളും ഇല്ലാതെ തന്നെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു അല്ലേ? ഇതിനെ മയക്കുവെടി വെക്കാതെ തന്നെ ആ രീതിയിലുള്ള ശ്രമങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാതി ദൂരം ഉയർത്തിയെടുത്ത ശേഷമാണ് 2 ഡോസ് മയക്ക് നൽകിയത്. അത് ഇതിന്റെ പിന്നീടുള്ള ഇതിനെ കൊണ്ടുപോയി, അതായത് കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത ജീവിയെ പുറത്ത് ഏറെക്കുറെ 100 മീറ്റർ മാറി താഴെ പ്രത്യേകം തയ്യാറാക്കി കൂട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി കണക്കിലെടുത്താണ് അത്തരത്തിൽ വനം വകുപ്പ് ജീവനക്കാർ മയക്കുവെടി നൽകിയത്. 2 ഡോസ് മയക്കുവെടിയാണ് നൽകിയിട്ടുള്ളത്. ഏറെക്കുറെ 5 മിനിറ്റ് സമയം കൊണ്ട്, ആദ്യത്തെ ഡോസ് ഏറ്റ 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ അത് മയങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സുരക്ഷയുടെ ഭാഗമായി, ജാഗ്രതയുടെ ഭാഗമായി മറ്റൊരു ഡോസ് കൂടി നൽകുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇനി ഒരു 10 മീറ്റർ ദൂരം കൂടി എത്തിയാൽ ുള്ള പ്രത്യേക കൂട്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്നു. ദൗത്യം വിജയകരമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. സാമാന്യം നല്ല ആരോഗ്യമുള്ള 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവയാണ് പുലർച്ചെ കൂട്ടിൽ അകപ്പെട്ടത്. വനം വകുപ്പ് ജീവനക്കാരുടെ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള നീക്കങ്ങളാണ് വിജയിച്ചത്. സമീപകാലത്ത് സമാന നിലയിൽ കിണറ്റിലകപ്പെട്ട ചില വന്യജീവികൾക്കൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവഹാനി നേരിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ വളരെ കരുതലോടുകൂടി ജാഗ്രതയോടും കൂടിയുള്ള പ്രവർത്തനമാണ് വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സമീപകാലത്ത് കേരളത്തിൽ എവിടെയെങ്കിലും കടുവ കിണറ്റിൽ അകപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇത്തരത്തിൽ ഏറെക്കാലത്തിന് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിലെ മയക്കുവെടി വെച്ച ശേഷമാണ് അതിനെ കിണറ്റിലേക്ക് ഇറങ്ങി കൂട്ടിൽ ആക്കി പിന്നീട് വാഹനത്തിലേക്ക് മാറ്റി കൊണ്ടുപോയതെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ പ്ലാൻ എന്നുള്ളത് സമീപകാലത്ത് മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ് റാന്നി DFO രാജേഷ് കുമാർ വിശദീകരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ജീവനക്കാരുടെ ശ്രമങ്ങൾ 11ാം മണിക്കൂറിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായി പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.